ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. ഇന്ന് നമ്മൾ നേരെ മെഡിക്കൽ കോളേജ് ഭാഗത്തൊക്കെ പോകുന്നത്. അവിടെ പോയി ചുറ്റുവട്ടത്തെ വീഡിയോസൊക്കെ എടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ബസ്സിന് 15 രൂപ പോയിന്റ്. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനായി കാണുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് MC റോഡ് വഴി 7 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് ബസ് എത്തിയിട്ടുണ്ട്. ഞാൻ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കാണുന്ന ബസ്സിലാണ് ഞാൻ വന്നത്. ബസ് സ്റ്റാൻഡിൻ്റെ എതിരായിട്ട് നിരവധി ഷോപ്സ് ഉണ്ട്. ജനസേവന കേന്ദ്രമുണ്ട്, കണ്ണടകളൊക്കെ വിൽക്കുന്ന കടയുണ്ട്, ബേബി കെയർ ഐറ്റംസ് വിൽക്കുന്ന കട, എല്ലാ ടൈപ്പ് കടകളും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷന്, സർജിക്കൽ ഐറ്റംസ് വിൽക്കുന്ന കടകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഈ ഷോപ്സിൻ്റെയൊക്കെ അടുത്ത് നിന്നിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഫുൾ വ്യൂ ഞാൻ കാണിക്കാം. ഇവിടെ എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് റോഡൊക്കെ ഭയങ്കര റഫായിട്ടാണ്. ബസ്സിനകത്തൊക്കെ ഒരു രക്ഷയില്ല, എടുത്ത് ചാടിയൊക്കെയാണ് ബസ് വരുന്നത്. ആദ്യം നമുക്ക് മെഡിക്കൽ കോളേജിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഒരു ബോർഡ് കാണാം, താജ് ലോഡ്ജ്, മുറികൾ വാടകയ്ക്ക്. ഇപ്പോൾ അതിൻ്റെ ഫോൺ നമ്പറൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഡൈനോവ ലബോറട്ടറി, അൾട്രാസൗണ്ട് സ്കാന്, കളർ ഡോപ്ലർ, 3D 4D സ്കാന്, ഫേറ്റൽ എക്കോ, മാമോഗ്രാം, OPG, അങ്ങനെ പല ടൈപ്പ് ടെസ്റ്റൊക്കെ നടത്തുന്ന ഒരു ലബോറട്ടറി ഡൈനോവ. അപ്പോൾ ഈ മെയിൻ റോഡ് ബ്ലോക്ക് ചെയ്യാണ്ട് ബസ് സ്റ്റാൻഡിനകത്തൂടെ ബസ്സൊക്കെ അപ്പുറത്തെ റോഡിലേക്ക് കടത്തി വിടുന്നത്. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് ടാക്സികളും ആംബുലൻസിൻ്റെ വാഹനങ്ങളും എല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ കാണാം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, കോട്ടയം. പല ടൈപ്പ് ആംബുലൻസുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ചെറിയ ഓമിനിയുടെ വാൻ തൊട്ട് ഇക്കോ എന്ന് പറഞ്ഞ മോഡലിലുള്ള മാരുതിയുടെ വണ്ടിയൊക്കെ കിടക്കുന്ന ആംബുലൻസായിട്ട് വലിയ വണ്ടികളൊക്കെ ഉണ്ട്, ഫോഴ്സിൻ്റെയൊക്കെ. അങ്ങനെ പല ടൈപ്പ് ആംബുലൻസുകൾ ഇവിടെ കിടപ്പുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് മോഡേൺ മെഡിക്കൽസ്, ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. സർജിക്കൽ ഐറ്റംസ് കിട്ടുന്നുണ്ട്, ബ്യൂട്ടി ഐറ്റംസ്, ബേബി സപ്ലൈസ്, ഹെൽത്ത് കെയർ എല്ലാം ഉണ്ട്. അപ്പോൾ ആ കാണുന്ന ബിൽഡിങ്ങിൽ കേരള ഹോട്ടൽ, കേരള റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇങ്ങനെ 2-3 ഹോട്ടലുകൾ അവിടെ ഉണ്ട് കേട്ടോ. ഈ ഇടയിൽ കാണുന്ന ബിൽഡിംഗ് കണ്ടില്ലേ, മഡോണ സർജിക്കൽസ് എന്ന് പറഞ്ഞിട്ട്. മിക്കവാറും എല്ലാ ടൈപ്പിലുള്ള സർജിക്കൽ ഐറ്റംസും ഒക്കെ വിൽക്കുന്ന ഷോപ്പാണ് കാണുന്നത്. ICUലൊക്കെ കിടക്കുന്നവർക്ക് വേഗം കത്തീറ്റർ അങ്ങനെയുള്ള സംഗതികളൊക്കെ മേടിക്കേണ്ടി വരാൻ ഇങ്ങോട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുത്തുള്ളൂ. ഗാന്ധിനഗറിൽ നിന്ന് നമ്മൾ MC റോഡിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാണ് വന്നത്. ഈ മെഡിക്കൽ കോളേജ് റോഡെന്നാണ് ഈ കാണുന്ന റോഡിൻ്റെ പേര്. അപ്പോൾ ഈ റോഡ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിരവധി മെഡിക്കൽ ഷോപ്പുകൾ കാണാം. KMB മെഡിക്കൽസ്, ഷീനാസ് മെഡിക്കൽസ്, നീതി മെഡിക്കൽസ്. പിന്നെ ഈ മെഡിക്കൽ ഷോപ്പിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് പിന്നെ അകത്തേക്കൊരു ഇടനാഴി പോലൊരു വഴിയുണ്ട്. അപ്പോൾ അവിടെ ബസ് സ്റ്റാൻഡേഴ്സിനും രോഗികൾക്കും ഒക്കെ ആവശ്യമായുള്ള പാത്രങ്ങൾ, ഷീറ്റുകൾ, മെത്ത, ബെഡ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകളായി കാണുന്നത്. പൈസ ഒന്നും എടുക്കത്തില്ല, പക്ഷേ ഇത് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. പൈസ ഒന്നും കാണിക്കില്ല, പേടിക്കണ്ട. YouTube ചാനൽ. ചെറിയ ചെറിയ ബേക്കറി പോലത്തെ കടകളും ഇവിടെയുണ്ട്. ഉഴിഞ്ഞോട, പരിപ്പുവട, ഏത്തയ്ക്ക, ബോണ്ട, സമോസം കഴിയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ബാക്കിലായിട്ടൊരു ടോയ്ലറ്റും ഉണ്ട്. ഈ കാണുന്ന മെഡിക്കൽ കോളേജിൻ്റെ എക്സിറ്റാണ് കേട്ടോ. അവിടെ എന്തോ കവാടം പോലെയൊക്കെ പുതുക്കിപ്പണിയാന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവർക്കും ഞാനെന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന് അറിയണം. അപ്പോൾ അതിൻ്റെ ഐഡിയൊക്കെ ചോദിച്ച്, അപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ ഐഡിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. വിത്ത് WITH സ്പേസ് മനോജ്. ഒരു നോട്ടക്കാരൻ വേണ്ടി നോക്കിയോ, ഇത് തന്നെയല്ലേ മനോജ്. മനോജ് എന്നോജ് MANOJ തെറ്റത്.
ഈ ഒരു വല സൈഡിലായിട്ട് നിറച്ച് റൂംസ്, മുറികൾ വാടകയ്ക്ക്, ഇങ്ങനെയുള്ള പല സാധനങ്ങളാണ് ഉള്ളത്. കേരള ടൂറിസ്റ്റ് ഹോം, AC, നോൺ AC, ഡീലക്സ് റൂംസ്, ടെക്സ്റ്റൈൽസ് ഉണ്ട്, പിന്നെ സർജിക്കൽ ഐറ്റംസ് വിൽക്കുന്ന കടകളിലൂടെ ഉണ്ട്. ഈ കടകളൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ ബാക്കിലായിട്ട് ഇനിയും നിരന്ന് കിടക്കുകയാണ്. അവിടേക്ക് എന്താ ഉള്ളതെന്ന് വെച്ചാൽ നിറച്ച് ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ് ആണ്. മാക്സ് കെയർ ഡയഗ്നോസ്റ്റിക്, CMC ഡയഗ്നോസ്റ്റിക് സെൻറ്റർ, മോഡേൺ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ, മെഡിക്യൂർ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ, പല ഡയഗ്നോസ്റ്റിക് സെൻറ്ററാണ്. വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് മാത്രമേ കാണിക്കാൻ സമയം കാണത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തേക്ക് പോയേക്കാം. റോഡിൻ്റെ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴേ നേരെ കാണുന്ന ഈ ഒരു ബിൽഡിങ് ധന്വന്തരി സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട്, ഇത് മെഡിക്കൽ കോളേജിലേക്ക് കയറുന്നതിൻ്റെ ഇടത് സൈഡിലുള്ള ബിൽഡിങ്ങാണ്. ഇപ്പോൾ ഇവിടെ എന്തോ വലിയ വാർക്കപ്പണികളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ റോഡൊക്കെ ക്ലോസ് ചെയ്ത് ബീമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്യാനായിട്ട്. ഇതാണ് മെഡിക്കൽ കോളേജിന്റെ എൻട്രൻസ്. ഇവിടെ ഇടത് സൈഡിൽ ബോർഡ് കാണാം. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കോട്ടയം, ഗവൺമെന്റ് MCH വിഭാഗം, ഔട്ട് പേഷ്യന്റ് വിഭാഗം, കാർഡിയോളജി ബ്ലോക്ക്, ക്യാൻസർ വിഭാഗം, സെൻട്രൽ ലാബ് ബ്ലോക്ക്, നഴ്സിംഗ് ഹോസ്റ്റൽ, PG ഹോസ്റ്റൽ, ഇത്രയും സംഭവം ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ CT സ്കാന്, അൾട്രാസൗണ്ട് സ്കാന്, ഡിജിറ്റൽ എക്സ്റേ ലബോറട്ടറി, അങ്ങനെ എല്ലാ സംഭവവും. ഇപ്പൊ നേരത്തെ കണ്ട ധന്വന്തരി മെഡിക്കൽ ഷോപ്പിന്റെ അവിടെ കയറുന്നുണ്ട്. ഞാൻ ഒരു മോളിൽ നിന്നുള്ള വ്യൂ കാണിക്കാം എൻട്രൻസിന്റെ. നമ്മൾ എൻട്രൻസിൽ കൂടെ കയറി വരുമ്പോൾ ഇടത് സൈഡിലായിട്ട് പുതിയൊരു ബിൽഡിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് 2023 ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതാണ് കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗം. ആദ്യം ഇത് വലത് സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഇടത് സൈഡിലേക്ക് പുതിയ ബിൽഡിംഗ് വന്നിട്ട് മാറ്റിയിരിക്കുകയാണ്. ഒത്തിരി ചേഞ്ച് ഈ മെഡിക്കൽ കോളേജിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ, പല കാര്യങ്ങളിലും. അതൊക്കെ എന്താ ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നത് കാഷ്വാലിറ്റിയിൽ കിടക്കുന്നവരുടെയൊക്കെ ബൈസ്റ്റാൻഡേഴ്സിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ DCH ലാബൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പം പഴയ പോലല്ല, കാഷ്വാലിറ്റിക്കകത്തേക്കൊന്നും നമുക്ക് അങ്ങനെ കയറാൻ പറ്റത്തില്ല. ടൈറ്റ് സെക്യൂരിറ്റിയാണ്. ഓരോ മിനിറ്റും രോഗികളെ കൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ കാറിൽ നിന്നൊരു പ്രായം ചെന്ന ആളെ വീൽ ചെയറിലേക്ക് മാറ്റുന്നത് കാണാം. ഈ വീഡിയോ എടുത്തതിന് ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പേഷ്യൻസിൻ്റെ കൂടെ വരുന്നവർക്കോ പേഷ്യൻസിനോ എവിടെ എന്താണ്, അതായത് എന്ത് ടെസ്റ്റ് എവിടെ, ഏത് വിഭാഗം എവിടെ, അങ്ങനെ ഒരു ഐഡിയ പെട്ടെന്ന് വരുന്നവർക്ക് ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ മുഴുവൻ ഇവിടെ ചേഞ്ച് ആയി പോയിട്ടുണ്ട്. അപ്പം ആ ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അല്ലാതെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വേദന അനുഭവിക്കുന്ന പേഷ്യൻസിനെ കണ്ട് രസിക്കാനൊക്കെ ആയിട്ട് ഈ വീഡിയോ ചെയ്തതല്ല. ഈ കാഷ്വാലിറ്റിയുടെ ബിൽഡിങ്ങിന് രജിസ്ട്രേഷൻ വിഭാഗത്തിലേക്ക് ഒരു ഇരുമ്പിൻ്റെ പാലമുണ്ട്. ഇത് എവിടെ കാണാം, OP രജിസ്ട്രേഷൻ, OP ബ്ലോക്ക് എന്ന് എഴുതിയിരിക്കുന്നത്. നേരത്തെ ഇവിടെ കാഷ്വാലിറ്റി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു. നമ്മളിപ്പം OP ബ്ലോക്കിൽ വന്നിരിക്കുകയാണ്. അവിടെ ട്രോമ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് ബോർഡ് മുകളിൽ കാണാം. ജനറൽ മെഡിസിൻ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻ്റ് കാണുന്നത്. ജനറൽ മെഡിസിൻ OP വിഭാഗം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ KSAP-യിൽ അംഗങ്ങളായ കാർഡ് ഉടമകൾക്ക് നേരെ കൗണ്ടറിൽ ചെന്നിട്ട് വിരലടയാളം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. കേരള സർക്കാരിൻ്റെ 2012 14 ആക്ടിൽ നിയമമായി എഴുതി വച്ചിരിക്കുന്നത്. ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾ, ആരോഗ്യ രക്ഷാപ്രവർത്തകർ എന്നിവർക്കെതിരെ ഒറ്റയ്ക്കോ ഒരു സംഘം ആളുകളോ സംഘടനാ നേതാവോ അക്രമം ചെയ്യാൻ ശ്രമിക്കുകയോ പ്രേരിപ്പിക്കുകയോ പ്രയോജനം നൽകുകയോ ഒക്കെ ചെയ്താൽ 3 വർഷം തടവും 50,000 രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. പിഴ നൽകാത്ത പക്ഷം റവന്യൂ വകുപ്പിലൂടെ പിടിച്ചെടുക്കുന്നതാണ് അടിയിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ കോറിഡോറിലൂടെ മുമ്പോട്ട് നടന്നു ആർട്ട് ക്ലിനിക്ക് കാണാം. ആർട്ട് എന്ന് വെച്ചാൽ ആൻറ്റി റെട്രോവൈറൽ തെറാപ്പി എന്നാണ്. ഇവിടെ സൈഡിൽ വേറൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. തിരിച്ചറിയൽ രേഖ കാണിച്ച് ആശുപത്രി വാർഡിനുള്ളിൽ പ്രവേശിക്കുന്ന വ്യക്തികളുടെ ലിസ്റ്റായി കൊടുത്തിരിക്കുന്നത്. MP, MLA, പഞ്ചായത്ത് മെമ്പർ, കോട്ടയം മെഡിക്കൽ കോളേജ് ജീവനക്കാർ, ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വരുന്ന മറ്റ് സർക്കാർ ജീവനക്കാർ. സൂപ്രണ്ടിൻ്റെ ഓഫീസ് അതാണ് കാണുന്നത്. ഇവിടെ നിന്ന് ഈ ബിൽഡിങ്ങിൻ്റെ ഇടത് സൈഡിലേക്കുള്ള വ്യൂ കാണിക്കാം.
നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ സൈറ്റോളജി ലാബ് വല സൈഡിലേക്ക്, ബ്ലഡ് ബാങ്ക് മുകളിലേക്ക് 2ാമത്തെ ഫ്ലോറിലാണെന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് കാണാം. ഇവിടെ വേറൊരു നോട്ടീസ് ഉണ്ട്. എക്സ്റേ കൗണ്ടറിലേക്ക് സന്ദർശന പാസ് ലഭിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ടൈമും റേറ്റും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1:30 PM to 6 PM RS 10 rupees. പിന്നെ 6 PM to 7 PM ഫ്രീ വിസിറ്റിംഗ് ആണ്. 7 PM to 8 PM എമർജൻസി പാസ് ₹50 എന്നാണ് എഴുതിയിരിക്കുന്നത്. സന്ദർശന സമയം എഴുതിയിട്ടുണ്ട്, 30 മിനിറ്റ് ആണ്. ഇവിടുന്ന് താഴേക്കൊരു പടിയുണ്ട് കേട്ടോ. അപ്പോൾ നേരെ കാണുന്ന അനസ്തേഷ്യ ക്ലിനിക്ക്. വാർഡ് 12, 15, 16 SICU എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ പാസ്സില്ലാതെന്ന് കടത്തി വിടത്തില്ല. ഇത് ഈ കൗണ്ടറിൻ്റെ ഇവിടുന്ന് വലത് സൈഡിലേക്കുള്ള വ്യൂ ആണ്. ഇടത് സൈഡിലേക്ക് കാണുന്നതൊക്കെ വാർഡുകളാണ്. ഇനി നമുക്ക് ബ്ലഡ് ബാങ്കിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. 2ാമത്തെ നിലയിലാണ് എഴുതിയിരുന്നത്. ഇവിടെ ബ്ലഡ് സെൻറ്റർ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബ്ലഡ് ഇഷ്യൂ എന്ന റൂം, കൗണ്ടർ നമ്പർ 5. ഞാൻ തിരിച്ച് ICUവിൻ്റെ അവിടെ വന്നു കേട്ടോ. അവിടെ വന്നപ്പോൾ വീണ്ടും രോഗികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. 1 മിനിറ്റ് പോലും ഗ്യാപ്പില്ലാതെ രോഗികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സൈഡിലൊരു നോട്ടീസ് പോലെ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വായിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ 100 പോലീസ് ഹെഡ് പോസ്റ്റ്, ഈ 101 റിസപ്ഷൻ, ഈ 102 ട്രയേജ്, ഈ 104 റെഡ് സോൺ, അങ്ങനെ ഈ 105 സർജറി കാഷ്വാലിറ്റി, അങ്ങനെ ഓരോ നമ്പർ കൊടുത്ത് തിരിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ലിസ്റ്റൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് ഈ ICUവിനകത്ത്, ഈ കാഷ്വാലിറ്റിക്കകത്ത്. നേരത്തെ നമ്മൾ ആ കാണുന്ന ബിൽഡിങ്ങിനകത്തൂടെ കാണുന്നത്. ഇനി നമുക്ക് വെളിയിൽ കൂടെ കാണുന്നൊന്ന് ചുറ്റും കാണാം. ഈ കാണുന്ന ആംബുലൻസുകൾക്ക് മാത്രം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് എഴുതി വെച്ചിരിക്കുന്നത്. മുമ്പോട്ട് കിടക്കുമ്പോൾ കാർഡിയോളജി OP, പാർക്കിംഗ് ഉണ്ട് വലത് സൈഡിൽ. എല്ലാം വലത് സൈഡിലേക്കാണ്. സെൻട്രൽ ലാബ്, ക്യാൻസർ വാർഡുകളെയും MRI ആൻഡ് CT സ്കാനും മോർച്ചറി എല്ലാം വലത് സൈഡിലേക്കാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. ഈ റോഡിൻ്റെ വലത് സൈഡിലെല്ലാം വാർഡുകൾ. അപ്പോൾ വാർഡ് 18 എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഡയഗ്നോസ്റ്റിക് സെൻ്റർ ഉണ്ട്. 24/7 സർവീസ് എഴുതിയിട്ടുണ്ട്. CT സ്കാന്, USG സ്കാന്, ഡിജിറ്റൽ എക്സ്റേ, ക്ലിനിക്കൽ ആൻഡ് പത്തോളജി ലാബ്, നീതി മെഡിക്കൽ സ്റ്റോർ, ആംബുലൻസ് സർവീസ്, ഇത്രയാണ് ഇവിടെയുള്ളത്. വേറെ ഡയറക്ഷൻ ബോർഡും കൊടുത്തിട്ടുണ്ട്. പാലിയേറ്റീവ് കെയർ വാർഡ് 23 വലത്തേക്കാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇടത് സൈഡിലേക്ക് നഴ്സസ് ഹോസ്റ്റലുണ്ട്, PG ഹോസ്റ്റലുണ്ട്, കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, ക്വാർട്ടേഴ്സ് ഉണ്ട്. വലത് സൈഡിലേക്ക് എക്സിറ്റ്, കാർഡിയാക് സർജറി OP വലത് സൈഡിലേക്ക്, ഗൈനക്കോളജി നേരെ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. പാർക്കിംഗ് B നേരെ എഴുതിയിരിക്കുന്നത്. നേരെ എഴുതിയ കുറച്ച് ദൂരമുണ്ട് കേട്ടോ. പോയിട്ട് നമ്മൾ വലത്തേക്ക് തിരിഞ്ഞാണ് പാർക്കിംഗ് ഈ കാർഡിയാക് സർജറി OP ഒക്കെ ഉള്ളത്, ഒരു ഗൈനക്കോളജി ഉള്ളത്. കാർഡിയോളജി OP കാണുന്നത് ടേ പാസുള്ള ഒരാൾക്ക് മാത്രം പ്രവേശനം എഴുതിയിട്ടുണ്ട്. റൂം 1-ന് 200 രൂപയാണ്. 2 പേരാണെങ്കിൽ 50 രൂപ കൂടുതൽ കൊടുക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ആളുകൾ മാറി താമസിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള പല നിർദ്ദേശങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഡോർമെറ്ററി റൂം കാർഡിയോതെറാസിക് സർജറി വിഭാഗം രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മാത്രം, ഡോർമെറ്ററി സ്ത്രീകൾക്ക് മാത്രമാണ് കിട്ടുന്നത്. ഡോർമെറ്ററി ഒരു ബെഡിന് 50 രൂപ നിരക്കിൽ ഒരാൾക്ക് കിടക്കാവുന്നതാണ്. റൂം 1-ന് ദിവസം 200 രൂപ നിരക്കിൽ ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാം. 2 പേരുണ്ടെങ്കിൽ 50 രൂപ കൂടുതൽ കൊടുക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്.
അങ്ങനെ പല നിർദ്ദേശങ്ങളും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൂം കിട്ടണമെങ്കിൽ ഫോട്ടോ വെച്ച് ഐ ഡി കാർഡിൻ്റെ കോപ്പി കൊടുക്കണേ, ഫോൺ നമ്പറൊക്കെ കൊടുക്കണം അപേക്ഷയുടെ കൂട്ടത്തിൽ. ഇത് നേരത്തെ കണ്ട DCH ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൻ്റെ ഇട സൈഡാണ്. ഈ കാണുന്നത് ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ വിശ്രമിക്കാനുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് ഡോക്ടേഴ്സിൻ്റെ പാർക്കിംഗ് ഏരിയ കേട്ടോ. വിസിറ്റേഴ്സിനുള്ള പാർക്കിംഗ് ഏരിയ അതേ ഈ കാണുന്നത്. കുറച്ച് മാറിയായിട്ട് ക്യാൻസർ കെയർ സെൻറ്റർ കാണാം. ഇവിടെ നമുക്ക് വലത്തേക്ക് തിരിഞ്ഞാണ് എക്സിറ്റിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ഇതിനകത്ത് വഴി കിടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു U ഷേപ്പിലാണ് വഴി കിടക്കുന്നത്. ഈ കാണുന്നത് ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറിയാണ്. അപ്പോൾ ആ ഒരു ടെസ്റ്റിങ്ങിന് എടുക്കാനുള്ള ടൈം എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. CBC 3 മണിക്കൂർ, ESR 3 മണിക്കൂർ, പെരിഫറൽ സ്മിയർ സ്റ്റഡി 2 ദിവസം, ബോൺ മാരോ ആസ്പിറേഷൻ ഇംപ്രിന്റ് സ്റ്റഡി 3 ഡേയ്സ്, അങ്ങനെ നിരവധി ടെസ്റ്റുകളിലെ ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നേരെ എതിരായിട്ടൊരു കൺസ്യൂമർ സ്റ്റോറും ഉണ്ട് കേട്ടോ. ഒരെണ്ണമല്ല, 1-2 ഉണ്ട്. അത്യാവശ്യം രോഗികൾക്ക് ആവശ്യമുള്ളതും ബസ് സ്റ്റാൻഡേഴ്സിന് ആവശ്യമുള്ള വസ്തുക്കളെല്ലാം ഇവിടെ കിട്ടും. നമ്മൾ നേരത്തെ വഴിയുടെ സൈഡിലും കണ്ടില്ലായിരുന്നു ബക്കറ്റ് ഇതൊക്കെ വയ്ക്കുന്ന, തുണികളൊക്കെ വയ്ക്കുന്ന, അതുപോലത്തെ ഒരു സ്റ്റോറാണ് അകത്തുള്ളത്. ഈ കാണുന്നതെല്ലാം വാർഡാണ്. പിന്നെ ഈ കാണുന്ന മോർച്ചറി കോംപ്ലക്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറൻസിക് മെഡിസിൻ ബോർഡ് കാണാം. രണ്ടായിരത്തിലധികം ബെഡുകളുള്ള ഹോസ്പിറ്റലാണിത്. ഏകദേശം 3000 ഔട്ട് പേഷ്യൻസും 500-ലധികം എമർജൻസി പേഷ്യൻസും ദിവസവും വിസിറ്റ് ചെയ്യുന്നുണ്ട്. വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1,00,000-ലധികം പേഷ്യൻസ് ഇവിടെ ട്രീറ്റ്മെന്റിനായിട്ട് വരുന്നുണ്ട്. കൂടാതെ 327 ടീച്ചിങ് ഫാക്കൽറ്റി ഇവിടെയുണ്ട്. 1550 സ്റ്റാഫ്സും ഉണ്ട്. 175 അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളും 156 പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളും പിന്നെ 196 പാരാമെഡിക്കൽ കോഴ്സുകളും ഇവിടെ നടത്തുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ കാര്യം പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത് ഉണ്ട്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരെയാണ്. KMC ഫാമിലി ഹെൽത്ത് സെന്റർ ഉണ്ട്. ഇവിടെ ഒരു 8 കിലോമീറ്റർ ദൂരെ കേട്ടോ. ഹെൽത്ത് ട്രെയിനിങ് സെന്റർ ആണ്. അത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലാണ് വരുന്നത്. CHC കൂടല്ലൂർ എന്ന് പറഞ്ഞിട്ട് റൂറൽ ഹെൽത്ത് ട്രെയിനിങ് സെന്റർ ഉണ്ട്. 18 കിലോമീറ്റർ മാറിയാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിന്ന്. പിന്നെ കോഴ്സസ് MBBS 175 സീറ്റ് ഉണ്ട്. PG കോഴ്സസ് 22 സീറ്റാണുള്ളത്. PG സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സ് 9 കോഴ്സാണുള്ളത്. പാരാമെഡിക്കൽ UG ഡിപ്ലോമ കോഴ്സ് 12 കോഴ്സാണ് ഇവിടെ ഉള്ളത്. നേരത്തെ ഒന്നും ഇങ്ങനെ വാഹനം ഇറങ്ങിപ്പോഴത്തെ ഇങ്ങനത്തെ സംവിധാനമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പുതുതായിട്ട് വന്ന ഇതൊക്കെ എങ്ങനെയാ ഇവിടുത്തെ ഫീസ്? എങ്ങനെ പാർക്കിങ്ങിന്റെ പാർക്കിംഗ് ഫീസ് ഒരു ദിവസത്തേക്കാ 15 രൂപ കാറിന്. ബൈക്കൊക്കെ ആണല്ലോ? ബൈക്കിന് 5 രൂപ. 5 രൂപ. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുക. ഇപ്പോൾ നല്ല സൂപ്പർ മഴ വരാൻ പോവാ. ആകാശം കണ്ടോ? അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുക. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കേട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.